മക്കളെ മാനവികതയുള്ള മനുഷ്യരാക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതെന്ന് പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട്. അനുകരണങ്ങളുടെ ആധിപത്യം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുതെന്നും മുതുകാട് ആവശ്യപ്പെട്ടു. മുംബൈയിൽ അംബർനാഥ് SNDP യോഗം രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ സീരിയൽ നടൻ രാജു പരമേശ്വരൻ വിശിഷ്ടാതിഥിയായിരുന്നു. മാതാപിതാക്കളാണ് കുട്ടികളുടെ ആദ്യ ഗുരുക്കളെന്നും അനുകരിക്കാനല്ല പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനാണ് അവർ പ്രാപ്തരാക്കേണ്ടതെന്നും പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. കുട്ടികളോട് രാവിലെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ആദ്യം നെഞ്ചിൽ കൈവച്ച് പറയാൻ പഠിപ്പിക്കണം മാതാപിതാക്കൾ. ഐ ആം യുണീക്ക്, ഞാനാണ്, ഞാനായിട്ട് വളരും എന്ന് പറയാൻ പഠിപ്പിക്കണം. എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, എല്ലാവരും നടന്ന വഴികളിലൂടെ നടന്നു കാണിക്കാതെ പുതിയ വഴികൾ നിനക്ക് വെട്ടിത്തെളിക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. അംബർനാഥ് SNDP യോഗം രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു പ്രചോദനാത്മക പ്രഭാഷകൻ. ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, അടിവരയിട്ടോളൂ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു ആനന്ദൻ കൈനീട്ടി നിൽക്കുമ്പോൾ ആ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാല പെണ്ണൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്നതാണ് വെള്ളത്തിൻ്റെ മാനവികത എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അതാണ്. മക്കളെ മാനവികതയുള്ള മനുഷ്യരാക്കാനാണ് മാതാപിതാക്കൾ പ്രചോദനമേകേണ്ടതെന്നും മുതുകാട് തന്റെ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി. ആദ്യം പഠിപ്പിക്കേണ്ടത് എൻ്റെ കുട്ടിയെ ഞാൻ എഞ്ചിനീയറാക്കും, ഡോക്ടറാക്കും എന്ന് പറയുന്നതിന് പകരം ബേസിക്കലി എൻ്റെ കുട്ടിയെ ഞാനൊരു മനുഷ്യനാക്കും എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനോട് വളരണം. അതാണ് ഒരു ജാതി, ഒരു മനുഷ്യൻ. ഒരു മതം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിയെ ഞാനൊരു മനുഷ്യനാക്കും എന്ന് പറയുമ്പോൾ മാനവികതയുള്ള മനുഷ്യനാക്കാൻ പറ്റണം. മറ്റൊരാൾ വീണ് കിടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതെ പോവരുത്. മുംബൈയിലെ മലയാളി സംഘടനകളുടെ താക്കോൽ സ്ഥാനത്തേക്ക് പുതിയ തലമുറകൾ കടന്നുവരേണ്ടത് അനിവാര്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശാഖാ പ്രസിഡന്റ് MP അജയ്കുമാർ പറഞ്ഞു. അപ്പോൾ ആ യുവതലമുറയെ കൊണ്ടുവരേണ്ടത് എല്ലാവരും അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. സിനിമ ടെലിവിഷൻ താരം രാജു പരമേശ്വരൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഒരുപാട് ഇങ്ങനത്തെ സംഘടനകൾ എപ്പോഴും ഈ യൂത്തിന്റെ ഒരു അഭാവം എല്ലാ സംഘടനയിലും ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ്. സംഘടനയുടെ മുൻകാല സാരഥികളെ ചടങ്ങിൽ ആദരിച്ചു. മാവേലിക്കര ശ്രീകുമാർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. മുംബൈ.